തോൽപ്പാവക്കൂത്ത് പരമ്പരാഗത അനുഷ്ഠാന കലാരൂപമാണ്. പാലക്കാട് ജില്ലയിലാണ് തോൽപ്പാവക്കൂത്ത് സാധാരണ അരങ്ങേറുന്നത്. പാവകളി, നിഴൽപ്പാവക്കൂത്ത് എന്നിങ്ങനെ വ്യത്യസ്ത നാമങ്ങളിലും ഈ കലാരൂപം അറിയപ്പെടുന്നു. ഓണാട്ടുകരയിലെ മുതുകുളം എന്ന ഗ്രാമത്തിൽ തോൽപ്പാവക്കൂത്ത് കഴിഞ്ഞ ദിവസം അരങ്ങേറി. മുതുകുളം ഗുരുകുലം കലാ സാംസ്കാരിക വിദ്യാകേന്ദ്രത്തിന്റെ 27ാമത് വാർഷിക ആഘോഷ വേദിയിലാണ് ഈ ഏറെ പ്രത്യേകതയുള്ള കലാരൂപം അവതരിപ്പിച്ചത്. മുതുകുളം എന്ന ഗ്രാമത്തിലേക്ക് കടന്നുവന്ന തോൽപ്പാവക്കൂത്തെന്ന കലയെയും കലാകാരന്മാരെയും നെഞ്ചോട് ചേർത്താണ് ഗ്രാമവാസികൾ സ്വീകരിച്ചത്. മുതുകുളം ഗുരുകുലം കലാ സാംസ്കാരിക വിദ്യാകേന്ദ്രമെന്ന നാടിന്റെ അക്ഷരമുത്തശ്ശിയുടെ 27ാമത് വാർഷിക ആഘോഷ വേദിയിലാണ് ഏറെ വ്യത്യസ്തതകളുള്ള കലാരൂപം അവതരിപ്പിച്ചത്. നാടിനും നാട്ടാർക്കും തോൽപ്പാവക്കൂത്തെന്ന കലാരൂപം ആദ്യ അനുഭവമായി മാറി. കേരളത്തിൽ തന്നെ പാലക്കാട് ജില്ലയിലാണ് തോൽപ്പാവക്കൂത്ത് സാധാരണയായി അരങ്ങേറാറുള്ളത്. പാവകളി, നിഴൽപ്പാവക്കൂത്ത്, തോൽപ്പാവക്കൂത്ത് എന്നിങ്ങനെ വ്യത്യസ്ത നാമങ്ങളിലും ഈ കലാരൂപം അറിയപ്പെടുന്നുണ്ട്. പാലക്കാട് ജില്ലയിലെ ചില പ്രദേശങ്ങളിലുള്ള ദേവീക്ഷേത്രങ്ങളിലാണ് ഈ കലാരൂപം പ്രധാനമായും അരങ്ങേറിയിരുന്നത്. ദേവീക്ഷേത്രങ്ങളിലെ നടുമുറ്റങ്ങളിൽ പ്രത്യേകം തയ്യാറാക്കിയ കൂത്തുമാടങ്ങളിലാണ് നിഴൽപ്പാവക്കൂത്ത് നടത്തുന്നത്. വലിയ മാടങ്ങൾ തിരശ്ശീല പോലെ നിർമ്മിച്ച് കാണികൾക്ക് മുന്നിൽ സ്ഥാപിക്കുന്നു. വെളുപ്പും കറുപ്പും നിറഞ്ഞ തുണികൊണ്ടുള്ള തിരശ്ശീലയ്ക്ക് പിന്നിലാണ് പാവകളി നടത്തുന്നത്. മഹാകവി കുമാരനാശാന്റെ 100ാം ചരമവാർഷിക ആചരണം നടക്കുന്നതിന്റെ ഭാഗമായി ചണ്ടാല ഭിക്ഷുകി എന്ന കാവ്യ സമാഹാരമാണ് മുതുകുളത്ത് തോൽപ്പാവക്കൂത്തിനായി തെരഞ്ഞെടുത്തത്. പാവകളിയിലെ അഗ്രഗണ്യനും പത്മശ്രീ ജേതാവുമായ കലാകാരൻ പാലക്കാട് ഒറ്റപ്പാലം സ്വദേശി രാമചന്ദ്ര പുലവരും സംഘവുമാണ് വിസ്മയകരമായ ഈ കലാരൂപം മുതുകുളം ഗ്രാമത്തിന് സമ്മാനിച്ചത്. കാണികൾക്ക് മുന്നിൽ വിവിധതരം പാവകളെ ആദ്യം തന്നെ പരിചയപ്പെടുത്തി. പാവകൾ എത്ര തരം, എങ്ങനെയാണ് പാവകളി നടത്തുന്നത്, ശബ്ദവിന്യാസം, നൂലുകളുടെ ഉപയോഗം, കൂത്തുമാടം, ചെരാതുകൾ എന്നിവയെല്ലാം കലാകാരന്മാർ കാണികൾക്ക് മുന്നിൽ വിശദീകരിച്ചു. കുട്ടികൾക്ക് വിനോദവും വിജ്ഞാനവും പകരുന്ന പാവകളും ഒരുക്കിയിരുന്നു. ഇത് നേരത്തെ കണ്ട നൂൽപ്പാവകളുടെ അതേ അനാട്ടമി തന്നെയാണ് നാം ഉപയോഗിച്ചിരിക്കുന്നത്. വെറും 4 ചരടുകൾ മാത്രമാണ് ഉപയോഗിച്ചതെങ്കിൽ ഇത് 2 ശൈലിയിലുള്ള അവതരണങ്ങൾ ഉപയോഗിച്ചു പോകുന്ന ഒരു പാവ കൂടിയാണ്. ഇതിന്റെ ഒരു കൗതുകം എന്ന് പറയുന്നത് ഒരിക്കലും ഇങ്ങനെ നൂലുകളൊന്നും നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കില്ല. പാവകളുടെ ചലനം മാത്രമാണ് പ്രത്യേകം സജ്ജീകരിച്ച് ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് കലാകാരന്മാരെ ഈ ചലനങ്ങളോ ഇങ്ങനെ ചലിപ്പിക്കുന്ന രീതികളൊന്നും തന്നെ കാണുന്നതല്ല. പക്ഷെ ഇങ്ങനെയാണ് ഞങ്ങൾ ചലിപ്പിക്കുന്നതിന്റെ ഡെമോൺസ്ട്രേഷൻ മാത്രമാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഈ നമ്മുടെ ഇന്ന് കണ്ടംപററി ആയിട്ടുള്ള മോഡേൺ രീതിയിലുള്ള സോഷ്യൽ തീംസ് എല്ലാം ബേസ് ചെയ്തുകൊണ്ടുള്ള അവതരണങ്ങളൊക്കെ സാധ്യതയുള്ള ഒരു പാവ കൂടിയാണ്. ഇത് നമ്മുടെ വഞ്ചിപ്പാട്ടിന്റെ അതേ ശൈലിയിൽ ഉപയോഗിച്ച് ഇതിന്റെ ഷാഡോ ആയിരിക്കും നിങ്ങൾ കൂടുതലും കാണുന്നുണ്ടാവുക. കൂത്തുമാടങ്ങളിൽ മൺചെരാതുകൾ തെളിയിക്കുന്നതോടുകൂടി കലാപ്രകടനത്തിന് തുടക്കമാകും. ഈ വിളക്കുകളുടെ തെളിച്ചത്തിൽ നിഴലും കൂടി ചേരുമ്പോഴാണ് തോൽപ്പാവക്കൂത്ത് പൂർണ്ണമായും കാണികൾക്ക് അനുഭവേദ്യമാകുന്നത്. മൃഗങ്ങളുടെ തോലുകളിൽ ഒരുക്കിയെടുക്കുന്ന പാവകളുടെ നിഴൽ തിരശ്ശീലയിൽ വീഴ്ത്തിയാണ് കലാകാരന്മാർ പാവകളെ കളിപ്പിക്കുന്നത്. സിനിമയുടെ ആദ്യ രൂപമായി ഈ കല അറിയപ്പെടുന്നുണ്ട്. തമിഴ് മഹാകവിയായ കമ്പർ എഴുതിയ രാമായണമാണ് ഇതിന്റെ മൂലകൃതിയായി കണക്കാക്കപ്പെടുന്നത്. കുറച്ച് ദാഹജലം തരൂ. എന്ത് ജലം തരാനോ? അല്ലലിന്തു കഥയിതു കഷ്ടമേ അല്ലലാലങ്ങു ജാതി മറന്നിതോ നിജനാരിതൻ കയ്യാൽ ജലം ജലം തന്നാലും പാവമുണ്ടോ ഇവളൊരു ചണ്ടാളി ഗ്രാമത്തിൻ പുറത്ത് അങ്ങോ വസിക്കുന്ന ചാമർനായകൻ തന്റെ കിടാത്തി ഞാൻ. സഹോദരി, ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നീ
ദാഹജലം തരികതെനിക്കു നീ. ക്ഷേത്ര മതിൽക്കെട്ടുകൾക്ക് പുറത്തേക്ക് ഈ കലാരൂപം എത്തിച്ചതിലും ഈ അനുഷ്ഠാന കലയെ ജനകീയമാക്കുന്നതിലും വ്യത്യസ്ത സംഭവങ്ങളും ചരിത്ര പശ്ചാത്തലവും കോർത്തിണക്കി തോൽപ്പാവക്കൂത്ത് ശ്രദ്ധേയമാക്കിയതിലും ആചാര്യനായ KL കൃഷ്ണൻകുട്ടി പുലവർ വഹിച്ച പങ്ക് വളരെ വലുതാണ്. അദ്ദേഹത്തിന്റെ പുത്രനാണ് രാമചന്ദ്ര പുലവർ. നാടിന്റെ നാനാഭാഗത്തു നിന്നും നൂറുകണക്കിന് കലാസ്വാദകരാണ് തോൽപ്പാവക്കൂത്ത് ആസ്വദിക്കുവാൻ മുതുകുളത്ത് എത്തിയത്. കൾച്ചറൽ ഡെസ്ക്.